5 മിനിറ്റ് കൊണ്ട് ഇതേ അട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മളേ ഒരു സ്പെഷ്യൽ അടയാണ് കേട്ടോ ചെയ്യാൻ പോണേ. അപ്പം ഞാൻ തേങ്ങയും ശർക്കരയൊക്കെ കൂട്ടുണ്ടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ചുക്കും ജീരകവും പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സാധാരണ അടയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ആ അടയിലൊന്നും ഞാൻ എള്ളിടാറില്ല. അപ്പം ഇതിലൊരു സ്പെഷ്യൽ എള്ളിടണ പിന്നെ വേറൊരു സ്പെഷ്യലും കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കൂട്ട് റെഡിയാണ്. ഇനി നമുക്ക് അടയുടെ മാവ് കുഴയ്ക്കാം. അപ്പം ആ മാവ് കുഴക്കണതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതേ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കണേ. ഇനി ഈ വെള്ളം ഒരു 3/4 ഭാഗം ചൂടാക്കിയതാട്ടോ, തിളപ്പിച്ചിട്ടില്ല. അപ്പം അതൊന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു. ഇനി കുറച്ച് ബാക്കി പച്ചവെള്ളം ഒഴിക്കാം കേട്ടോ. നമുക്ക് ഒരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് ആക്കിയെടുക്കണം. ഇനി നമ്മൾ ഈ മാവിലേക്ക് കുറച്ച് എള്ളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മുടെ ഈ കൂട്ടിലേക്ക് ഇതേ ഒരു പഴം, നേന്ത്രപ്പഴം അല്ലെങ്കിൽ കദളിപ്പഴം ആയാലും നല്ലതാണ്, നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കാം. ചെറുതാക്കിയിട്ട് 4ആക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് ഈ കൂട്ടിലേക്കും ഈ മാവിലേക്കും കുറേശ്ശെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മാവിൽ ഒഴിക്കുന്നത് എന്താ വെച്ചാൽ ഇലയിന്ന് വിട്ടു പോരാനാണ്. ഇനി നമ്മുടെ മാവ് ഇതേ ഇങ്ങനെ ഓരോ കയ്യിലെടുത്തിട്ട് ഒന്ന് നമുക്ക് പരത്തി കൊടുക്കാം. ഇത് ഞാൻ വേറെ സ്പെഷ്യൽ എന്ന് പറഞ്ഞത്, ഞാനിത് ചെയ്യുന്നത് മഞ്ഞളിൻ്റെ ഇലയിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഔഷധ ഗുണം കൂടി ഉണ്ടാവും. വാഴയിലയും ഔഷധ ഗുണമുള്ളതാണ്, പക്ഷെ മഞ്ഞളിൻ്റെ ഇല കുറച്ചും കൂടി നല്ല ഒരു മണവും മഞ്ഞളിൻ്റെ ഒരു ഇതൊക്കെ കിട്ടും നമുക്ക്. അപ്പോൾ അതിലാണ് ഞാൻ ചെയ്യുന്നത്. അതാണ് ഒരു സ്പെഷ്യലും കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇനി ഇതിൻ്റെ ഇടയിൽ നല്ലോണം ഈ കൂട്ട് വെച്ച് കൊടുക്കാം നമുക്ക്. ഇത് നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കാം. 2 സൈഡൊന്നും മടക്കാം കേട്ടോ. ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ വെക്കുമ്പോഴേക്കും ആവി കയറി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം ഇതാ മഞ്ഞളിൻ്റെ ഇലയുടെ തണ്ടാണ് കേട്ടോ. ഇത് ശരിക്കും ആവി ഇതിൻ്റെ ഇടയിലേക്ക് കയറാൻ വേണ്ടി ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടുത്ത ലെയർ വെക്കാം. അപ്പോൾ എന്താ വെച്ചാൽ ആവി കറക്റ്റായിട്ട് കിട്ടും, വേവാതിരിക്കില്ല. അപ്പോൾ ഇനി അട ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, അടിപൊളിയാണ്. മഞ്ഞളിൻ്റെ ആ ഗുണമുണ്ട് ഇതിൽ. മഞ്ഞളിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട്, അടിപൊളിയാണ്.